സൺഡേ ഷാലോം പ്രേക്ഷകർക്ക് ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഉയർപ്പ് തിരുനാൾ ഒരു ശാന്തിദൂതാണ്. ഉത്ഥിതനായ മിശിഹ തൻ്റെ സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആശംസിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. സമാധാനത്തിൻ്റെ ദൂതനായിട്ട് കടന്നു വന്നവനാണ് മിശിഹ. ഈശോയുടെ ജനനവേളയിൽ തന്നെ സ്വർഗത്തിൻ്റെ സന്ദേശം സമാധാനത്തിൻ്റെതാണ്. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം, അതായിരുന്നു മാലാഖമാരുടെ ഗീതം. സമാധാനത്തിൻ്റെ ദൂതനായി മിശിഹ കടന്നു വരുന്നു. സമാധാനത്തിൻ്റെ സന്ദേശവുമായി അവിടുന്ന് ഉത്ഥാനം ചെയ്യുന്നു. ഈശോയുടെ ജീവിതം മുഴുവനും സമാധാനത്തിൻ്റെതാണ്, ശാന്തിദൂതാണ്. ഒത്തിരി അശാന്തമാണ് ലോകം. ലോകത്തിൻ്റെ അശാന്തിയുടെ നടുവിലേക്ക് യഥാർത്ഥ ശാന്തിയുടെ തീരം രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഈശോ. യഥാർത്ഥ ശാന്തി, ശാന്തത, സമാധാനം അത് ഈശോയിൽ മാത്രമാണെന്ന സത്യം അവിടുന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ പരസ്യജീവിത വേളയിലൊക്കെ അവിടുന്ന് ശാന്തതയുടെ മനോഹരമായ അടയാളങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അശാന്തമായ ഒരു കടലിലൂടെ സ്ലീഹന്മാരോടൊപ്പം തൻ്റെ ശിഷ്യഗണങ്ങളോടൊപ്പം ഈശോ യാത്ര ചെയ്യുന്നു. അതിനിടയിൽ കടൽ ക്ഷോഭം കൊണ്ട് നിറയുന്നു. പക്ഷേ ശിഷ്യന്മാരൊക്കെ അസ്വസ്ഥരാകുമ്പോഴും ഭയപ്പെട്ട് നിലവിളിക്കുമ്പോഴും ഈശോ ശാന്തമായി അവിടെ ഉറങ്ങുന്നത് നാം കാണും. പിന്നീട് അവനെ വിളിച്ചുണർത്തുമ്പോൾ അവൻ കടലിനെ ശാസിക്കുന്നു, കാറ്റിനെ ശമിപ്പിക്കുന്നു, എല്ലാം ശാന്തമാകുന്നു. അതവിടുത്തെ ഹൃദയത്തിൻ്റെ ശാന്തതയാണ്. ഈശോ തന്നെ പറയും, ഞാൻ ഹൃദയശാന്തതയും എളിമയും ഉള്ളവനാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. അതുകൊണ്ട് ശാന്തത എന്നത് ഒരു ഹൃദയത്തിൻ്റെ ഭാവം കൂടിയാണ്. ഈ ശാന്തതയിൽ നിന്നാണ് യഥാർത്ഥ സമാധാനം രൂപപ്പെട്ടു വരുന്നത്. സമാധാനം എന്ന് പറയുന്നത് യുദ്ധമില്ലായ്മയല്ല. എന്നാൽ യുദ്ധമില്ലാത്ത ഒരു അവസ്ഥയിൽ മാത്രമേ സമാധാനത്തെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. പക്ഷേ ഒരു ആന്തരികമായ യാഥാർത്ഥ്യം കൂടിയാണ്. ഈശോ തന്നെയാണ് സമാധാനം. ഈശോയെ കണ്ടുമുട്ടുന്നവർക്കാണ് യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ പറ്റുക. ഹൃദയത്തിൽ കർത്താവിൻ്റെ ശാന്തി നിറയുമ്പോഴാണ് ഉള്ള് സ്വസ്ഥമാകുന്നത്. അവിടെയാണ് അസ്വസ്ഥതകളെല്ലാം അകന്ന് നമുക്ക് യഥാർത്ഥത്തിലുള്ള ജീവിതത്തിൻ്റെ അർത്ഥം തിരിച്ചറിയാൻ കഴിയുന്നത്. തീരമണയുന്നത് അവിടെയാണ്. ഈശോയുടെ സാന്നിധ്യം ശരിയായി അനുഭവപ്പെടുമ്പോഴാണ് ശിഷ്യന്മാർക്ക് ശാന്തമായിട്ട് മറുകരയിലെത്താൻ പറ്റുക. നമ്മുടെ ഈ ജീവിതം ഒരു യാത്രയാണ്, മറുകരയിലേക്കുള്ളൊരു യാത്രയാണ്, നിത്യതയ്ക്കുള്ള തീർത്ഥാടനമാണ്. അപ്പോൾ ഈ തീർത്ഥാടന വഴിയിൽ ഒരുപാട് അസ്വസ്ഥതകൾ നമ്മുടെ ചുറ്റുപാടുകളും വ്യാപിക്കുന്നുണ്ട്. നാം അറിയാത്ത അസ്വസ്ഥതകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകാം. അസ്വസ്ഥതകളുടെയൊക്കെ നടുവിലും ശാന്തത സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ, ശാന്തമാകണമെങ്കിൽ, എല്ലാത്തിനെയും സമചിത്തതയോടെ സമീപിക്കാൻ കഴിയണമെങ്കിൽ മിശിഹായുടെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം ഉള്ളിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയണമെന്നർത്ഥം. പരിശുദ്ധ കുർബാനയിൽ സമാധാനം നിങ്ങളോടുകൂടെ എന്ന ആശംസ എത്രയോ പ്രാവശ്യമാണ് ആവർത്തിക്കുന്നത്. എല്ലാ കുർബാനക്രമങ്ങളിലും അതുണ്ട്. അപ്പോൾ ഈ ഒരു സമാധാനത്തിൻ്റെ അനുഭവം, പരിശുദ്ധ കുർബാനയിൽ ആശംസിക്കപ്പെടുന്ന സമാധാന ആശംസ ഉത്ഥിതനായ മിശിഹായുടെ സമാധാനമാണ്. പുരോഹിതൻ അവിടെ സമാധാനം ആശംസിക്കുമ്പോൾ ഉത്ഥിതനായ മിശിഹായാണ് ആ സമാധാനം കൈമാറുക. ആ ഒരു സമാധാനത്തിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എവിടെയാണ് സമാധാനം നമുക്ക് നഷ്ടപ്പെടുന്നത്? നമ്മൾ അതിർത്തി ഭേദിക്കുമ്പോഴാണ് സമാധാനം നഷ്ടപ്പെടുക. അവരൻ്റെ ഇടങ്ങളിലേക്ക് ഞാൻ കയറുമ്പോഴാണ് എൻ്റെ ഉള്ളിലൊരു യുദ്ധം രൂപപ്പെട്ടു വരുന്നത്. മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ടും അവരെൻ്റെത് വെട്ടിപ്പിടിച്ചുകൊണ്ടുമൊക്കെ ഞാൻ എൻ്റെ സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വാസ്തവത്തിൽ സ്വസ്ഥത ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ആർത്തിയോടുകൂടി പലതും സ്വന്തമാക്കാൻ ഉദ്ദേശിച്ചായിരിക്കാം. നഷ്ടപ്പെടുന്നത് ഉള്ളിൻ്റെ സമാധാനമാണ്. അതുകൊണ്ട് എല്ലാ യുദ്ധങ്ങളും ആരംഭിക്കുന്നത് ഹൃദയത്തിലാണ്, മനസ്സിലാണ്. ലോകമഹായുദ്ധങ്ങൾ ആരംഭിച്ചത് ആരുടെയൊക്കെയോ മനസ്സിലാണ്. ഉള്ളിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടവൻ യുദ്ധങ്ങൾക്ക് രൂപം കൊടുക്കുന്നു. അത് ഉള്ളിൽ ആരംഭിച്ച് ചുറ്റുപാടുകളിലേക്ക്, പരിസരങ്ങളിലേക്ക് പ്രസരിക്കുന്നു. അങ്ങനെ മഹായുദ്ധങ്ങൾ പോലും രൂപപ്പെട്ടു വരുന്നു. ഇന്ന് ലോകം യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ തന്നെയാണ്. അതിർത്തി ഭേദനങ്ങളുടെ, അടിച്ചമർത്തലുകളുടെയൊക്കെ വ്യത്യസ്തമായ ഇടങ്ങൾ നാം ചുറ്റുപാടുകളിൽ കാണുന്നു. ഇത്തരം വലിയ അധിനിവേശങ്ങൾ, അതിൻ്റെ എല്ലാം ആരംഭം ഉള്ളിലാണെന്ന് ഓർക്കുക. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് കടക്കാനാണ് ഉത്ഥിതനായ മിശിഹ നമ്മോട് ആവശ്യപ്പെടുക. നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ സ്വസ്ഥത കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു. എൻ്റെ ഉള്ളിൻ്റെ സ്വസ്ഥത അത് ഞാൻ അവരിലേക്ക് കൈമാറുന്നു. കുടുംബത്തിൽ സ്വസ്ഥതയുള്ള മനസ്സുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും സമാധാനം രൂപപ്പെട്ടു വരും. ഓരോരുത്തരുടെയും അതിർത്തികളെ ഞാൻ മാനിക്കും. അതിർത്തികളെ മാനിക്കുക എന്ന് വെച്ചാൽ അത് അവരനെ സ്നേഹിക്കുക എന്നൊരർത്ഥം കൂടിയാണ്.
നമ്മളൊക്കെ ജീവിക്കുന്ന സ്പേസ് ആൻഡ് ടൈമിലാണ്. ജീവിക്കുന്ന സമയത്ത് എൻ്റെ സ്പേസിന് ഞാൻ കൃത്യമായ വിധം ഒരു സ്ഥാനം നിർണ്ണയിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ കടന്ന് അവരൻ്റെ ഇടങ്ങളിലേക്ക് കയറുമ്പോഴാണ് അവിടെ ഒരു യുദ്ധം, ഒരു കലഹം രൂപപ്പെട്ടു വരുന്നത്. അതിർത്തി ഭേദനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, അധിനിവേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവരനെ മാനിക്കാനും ആദരിക്കാനും അവരിന് താങ്ങും തണലുമായി മാറാനും കഴിയുന്നിടത്താണ് യഥാർത്ഥ സമാധാനം രൂപപ്പെട്ടു വരുന്നത്. ഉദ്ധിതനായ മിശിഹ നൽകുന്ന ഈ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ആ സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപിക്കട്ടെ. അവരനെ വേദനിക്കുന്നവനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ മറ്റുള്ളവർക്ക് ശാന്തി ദൂതനായി മാറാൻ, അവരുടെ ജീവിതത്തിൻ്റെ കണ്ണീരൊപ്പാൻ, അവർക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന ശാന്തിയുടെ സന്ദേശം ഉദ്ധിതനായ മിശിഹ നമുക്ക് നൽകുന്നു. ആ സന്ദേശം സ്വീകരിക്കാനും അതിൻ്റെ ആ ഒരു ജീവിത സാക്ഷ്യം നൽകിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യമായി നമുക്ക് വ്യാപരിക്കാൻ കഴിയട്ടെ. അങ്ങനെ സമാധാനം പങ്കുവെച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ നാഥനായ മിശിഹായെ പ്രഘോഷിക്കാൻ നാം ജീവിക്കുന്ന ഇടങ്ങളിൽ, ജോലിയിടങ്ങളിൽ, പരിസരങ്ങളിൽ എല്ലാം നമുക്ക് സാധിക്കട്ടെ. ഈശോ മിശിഹായുടെ സമാധാനവും ശാന്തിയും നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഒരിക്കൽ കൂടി ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഏവർക്കും നേരുന്നു.